പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് കടൽ കടന്ന് അന്യനാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കായി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, ഏകാന്തത, രോഗങ്ങൾ, വിസ തടസ്സങ്ങൾ എന്നിവ അനുഭവിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ മേലങ്കിയാൽ പൊതിയണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഹെറോദസ് രാജാവിനെ ഭയന്ന് ഉണ്ണീശോയുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരുക്കുടുംബത്തെ നമുക്ക് ധ്യാനിക്കാം. അന്യനാട്ടിൽ ഒരു പരദേശിയായി കഴിയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യൗസേ പിതാവിനും നന്നായി അറിയാമായിരുന്നു. നമ്മുടെ ഓരോ പ്രവാസിയും ആ നാട്ടിലെ നിയമങ്ങൾ പാലിച്ചും ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നും ജീവിക്കുമ്പോൾ തിരുക്കുടുംബത്തിന് ലഭിച്ച അതേ സ്വർഗീയ സംരക്ഷണം അവർക്കും ലഭിക്കുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കട്ടെ. യാത്രക്കാരുടെ തുണയായ മാതാവേ, കൃപാസനം രാജ്ഞി, വിദേശത്ത് ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ ജോലിസ്ഥലത്ത് സമാധാനമുണ്ടാകട്ടെ. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സ്നേഹവും ബഹുമാനവും ലഭിക്കുവാൻ കൃപ നൽകണമേ. ശമ്പളം മുടങ്ങുന്ന അവസ്ഥ, വിസ പുതുക്കുന്നതിലെ തടസ്സങ്ങൾ, പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. അന്യായമായി കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കും ജയിലുകളിൽ കഴിയുന്നവർക്കും നീതി ലഭിക്കട്ടെ. ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നവർക്ക് അമ്മ ആത്മവിശ്വാസം നൽകണമേ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ നമ്മുടെ സ്വന്തക്കാരായ പ്രവാസികളുടെ പേരുകൾ ഓർത്ത് അവർക്ക് വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, അന്യനാടുകളിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം രോഗബാധിതരാകുന്ന മക്കളെ സുഖപ്പെടുത്തണമേ. അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും വംശീയ അധിക്ഷേപങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. മാരകമായ പകർച്ചവ്യാധികൾ പടരുന്ന ഇടങ്ങളിൽ കഴിയുന്നവർക്ക് അമ്മയുടെ പ്രത്യേക കാവൽ നൽകണമേ. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും അമ്മ ഒരു കൂട്ടിനായിരിക്കണമേ. അവരുടെ വിയർപ്പിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നാട്ടിലുള്ള കുടുംബത്തെ ഓർത്ത് ആകുലപ്പെടുന്ന അവരുടെ മനസ്സിനെ ശാന്തമാക്കണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, വിദേശത്തുള്ള മക്കളും നാട്ടിലുള്ള കുടുംബവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകട്ടെ. ദമ്പതികൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ അകറ്റണമേ. മക്കളുടെ വളർച്ചയിൽ നേരിട്ട് പങ്കുചേരുവാൻ കഴിയാത്ത പ്രവാസി മാതാപിതാക്കളുടെ വേദന അമ്മ കാണുന്നുണ്ടല്ലോ. മക്കൾ വഴിതെറ്റിപ്പോകാതെ അവരെ കാത്തുകൊള്ളണമേ. പ്രവാസ ലോകത്തെ ആഡംബരങ്ങളിലും തിന്മകളിലും വീണു പോകാതെ ദൈവഭയത്തിൽ ജീവിക്കുവാൻ അവർക്ക് കരുത്ത് നൽകണമേ. നാട്ടിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ. പ്രിയമുള്ളവരെ, അല്പനേരം നമുക്ക് പ്രവാസി കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കൃപാസന മാതാവേ, ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞങ്ങളുടെ മക്കൾ അമ്മയുടെ സംരക്ഷണത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ ചെയ്യുന്ന ജോലികളിൽ ദൈവം സമൃദ്ധി നൽകിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവർ സുരക്ഷിതരായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ,
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും പ്രവാസികൾക്ക് വലിയ നന്മകളും ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.